നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തത് ഏർലി റിലീജിയസ് ഫിലോസഫീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു 6 സ്കൂൾസ് ഓഫ് ഫിലോസഫീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ സാഖ്യ ഫിലോസഫി, യോഗ ഫിലോസഫി, ന്യായ ഫിലോസഫി, വൈശേഷിക, പൂർവ്വമീംസ, ഉത്തരമീംസ, ഇങ്ങനെ കുറേ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചില അൺഓർത്തഡോക്സ് സെക്റ്റുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ചില സെക്റ്റുകളിലേക്ക് നമ്മൾ മാറിയായിരുന്നു. എസ്പെഷ്യലി ചാർവകാസ്, അതുപോലെ അജീവികാസ്. ഈ ചാർവകാസും അജീവികാസ് എല്ലാം എത്തീസ്റ്റ് ഗ്രൂപ്പാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ചാർവകാസിൻ്റെ ഫൗണ്ടറായിട്ട് പറയുന്നത് ബൃഹസ്പതിയാണ്. അതിൻ്റെ ശരിക്കുള്ള റിയൽ ഫൗണ്ടർ പറയുന്നത് ചാർവകൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, തോന്നിയപടി ജീവിക്കുക, ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുക, കർമ്മത്തിലൊന്നും നോക്കണ്ട, ധർമ്മം കർമ്മം അങ്ങനത്തെ ഐഡിയാസൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അജീവികാസിലേക്ക് വരുന്ന സമയത്തും അവരും ഇതുപോലെ എത്തീസ്റ്റിക് ആണ്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, നോ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ഇതൊക്കെയാണ് അവരുടെയും ഒരു കോണ്ടെക്സ്റ്റ്. പക്ഷേ അൺലൈക്ക് ചാർവകാസ്, അജീവികാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അജീവികാസ് നിയതി എന്ന് പറയുന്നൊരു കോണ്ടെക്സ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഒരു ഡെസ്റ്റിനി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഡെസ്റ്റിനി, ഒരു ഡെസ്റ്റിനേഷൻ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്താലും ഡെസ്റ്റിനിയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നമുക്ക് ചെയ്യുന്ന കർമ്മത്തിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളൊരു ആംഗിളാണ് ആർക്കുള്ളത്, അജീവികാസിനുള്ളത്. അജീവികാസ് ഫോം ചെയ്ത അല്ലെങ്കിൽ അജീവികാസിനെ കുറച്ച് കൂടുതൽ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളൊരു ഒരു രാജാവായിരുന്നു, മൗര്യൻ രാജാവായിരുന്നു അജീവിക. നമ്മുടെ ബിന്ദുസാര എന്ന് പറയുന്നത് അല്ലെ, ബിന്ദുസാര വാസ് ആൻ അജീവിക. പുള്ളി ഈ അജീവിക സെക്റ്റിനെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ മൗര്യൻ എംപയർ എടുത്തു കഴിഞ്ഞാൽ മൗര്യൻ എംപയറിൽ 3 രാജാക്കന്മാരുണ്ട്: ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. പിന്നെയുള്ള റൂളേഴ്സ് ഒന്നും അത്ര പവർഫുൾ അല്ല. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ ജൈനമതം ഫോളോ ചെയ്യും, ഈ ബിന്ദുസാര അജീവിക ഫോളോ ചെയ്യും, അതുപോലെ അശോകൻ ബുദ്ധമതം ഫോളോ ചെയ്യും. കുറച്ച് മൾട്ടി റിലീജിയസ് ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു മൗര്യൻ എംപയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചാർവകാസ്, അജീവികാസ് തുടങ്ങിയിട്ടുള്ള അൺഓർത്തഡോക്സ് സെക്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ അൺഓർത്തഡോക്സ് ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട സെക്റ്റുകൾ കൂടിയുണ്ട്. ദാറ്റ് ഈസ് വൺ ഇസ് ബുദ്ധിസം ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ജെയിനിസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ബുദ്ധമതമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബുദ്ധമതത്തിനകത്തുള്ള ആദ്യത്തെ കുറേ കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ വൺസ് അഗെയിൻ എല്ലാവർക്കും സെഷനിലേക്ക് തുടങ്ങാം. സ്വാഗതം. ബുദ്ധിസം നോക്കുക. ഈ ബുദ്ധമതം, ജൈനമതം, ചാർവകാസ്, അജീവികാസ് ഇതൊക്കെ എന്തുകൊണ്ട് രൂപീകരിച്ചു എന്നുള്ള റീസൺ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു കാരണങ്ങൾ? ഒന്ന്, ഈ പറയുന്ന ബ്രാഹ്മിൻസിന്റെ പവർ ഒരു പരിധിക്കപ്പുറം കൂടുന്നു, ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ ഉണ്ടാവുന്നു, കൾച്ചറിൽ വരെ അതിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, സൊസൈറ്റി കുറച്ച് റിജിഡായിട്ട് മാറുന്നു, ഈ റിച്വൽസും സാക്രിഫൈസുകളൊക്കെ കൂടുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ബ്രാഹ്മിൻസ് കൂടുതൽ പവർഫുൾ ആയപ്പോൾ റിച്വൽസും സാക്രിഫൈസിന്റെ എണ്ണം കൂടി. റിച്വൽസും സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്രിഫൈസ് ആയിരുന്നു കാറ്റിൽ സ്ലോട്ടറിങ് എന്ന് പറയുന്നത്. അല്ല, ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ബലിദാനം കൊടുക്കുക എന്നൊക്കെ പറയില്ല, ഇങ്ങനെയുള്ള പരിപാടികൾ ആ കാലഘട്ടത്തിൽ ആരംഭിച്ചു. അതുപോലെ ക്ഷത്രിയന്മാരെക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ട് ബ്രാഹ്മണന്മാരെ അനുഭവിച്ചാവുന്നു. അത് ക്ഷത്രിയന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. വൈശ്യാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ മാത്രമേ എക്കണോമിക്കലി അവർ മാത്രമേ സുപ്രീം ആയിട്ടുള്ളൂ, പൈസ കയ്യിലുള്ള ആൾക്കാരാണ് വൈശ്യാസ്. അപ്പൊ നോക്കുക, ബ്രാഹ്മണന്മാർക്കെതിരായിട്ട് ഈ ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും ഒക്കെ ചേർന്ന് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളൊരു ഫിലോസഫീസാണ് ഈ ചാർവക, അജീവിക, ബുദ്ധിസം, ജൈനമതം തുടങ്ങിയവ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ബുദ്ധിസം. നോക്കുക, ബുദ്ധിസത്തിനകത്തും ജൈനമതത്തിനകത്തും ആദ്യം വന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൈനമതം തന്നെയാണ്. ജൈനമതമാണ് ആദ്യം വരുന്നത്. അത് എപ്പോഴാണ് സ്ഥാപിച്ചു എന്ന് പറയും കറക്റ്റായിട്ടൊരു ഐഡിയ നമുക്കില്ല. ഫിലോസഫിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ബുദ്ധമതം വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ് ജൈനമതം സ്വീകരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്ന ബുദ്ധമതമാണ്. കാരണം ഇന്ത്യയിൽ ജൈനമതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചേർന്ന മതം ബുദ്ധമതം തന്നെയാണ്. ജൈനമതം ഇല്ല എന്നല്ല, കമ്പയർ ടു ബുദ്ധിസം ജൈനമതം അത്രയും അധികം പോപ്പുലർ ആയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിസം ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ബുദ്ധിസം. നോക്കുക, ബുദ്ധിസം എന്ന് പറയുമ്പോൾ ഗൗതമ ബുദ്ധനെയാണല്ലേ നമ്മുടെ മനസ്സിൽ വരിക. സിദ്ധാർത്ഥ ഗൗതമ അഥവാ പിൽക്കാലത്ത് ഗൗതമ ബുദ്ധ എന്നറിയപ്പെടുന്ന
സിദ്ധാർത്ഥനാണ് ഈ ബുദ്ധമതം സ്വീകരിച്ചു, അല്ലെങ്കിൽ ബുദ്ധമതം സ്ഥാപിച്ചു എന്ന് നമ്മൾ പറയുന്നു. ഇപ്പൊ ബുദ്ധനെ കുറിച്ച് ജസ്റ്റ് 1-2 കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ശരിക്കുള്ള പേര്, ബുദ്ധന്റെ യഥാർത്ഥ നാമം സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ശാക്യ മുനി എന്നൊരു ടൈറ്റിലും ബുദ്ധന് ലഭിക്കാറുണ്ട്. കാരണം വേറൊന്നുമില്ല, ശാക്യ എന്ന് പറയുന്നൊരു ക്ലാൻ ഉണ്ട്. ബുദ്ധൻ ജനിച്ചു വളർന്ന ഒരു ക്ലാനാണ് ശാക്യ ക്ലാൻ. ഈ ക്ലാനിൽ ജനിച്ച് വളർന്നതുകൊണ്ട്, പിൽക്കാലത്ത് ബുദ്ധനായി മാറിയതുകൊണ്ടും, സന്യാസമാർഗം സ്വീകരിച്ചതുകൊണ്ടും ഹിസ് ഓൾസോ നോൺ ആസ് ശാക്യ മുനി. ശുദ്ധോധന മഹാരാജാവിന്റെ മകനായി 561 BC-യിൽ 563 BC-യിൽ ലുംബിനി, ഇന്നത്തെ നേപ്പാൾ കപിലവസ്തു ഭാഗത്തുള്ള ലുംബിനിയിലാണ് ബുദ്ധന്റെ ജനനം. ശാക്യ എന്ന രാജ്യം, ശാക്യ ക്ലാനിൽപ്പെട്ട വ്യക്തിയാണ്. അച്ഛൻ്റെ പേര് ശുദ്ധോധന. യഥാർത്ഥ അമ്മയുടെ പേര് മഹാമായ, പക്ഷേ വളർത്തിയതെല്ലാം മഹാപ്രജാപതി ഗൗതമിയായിരുന്നു. അങ്ങനെയാണ് ഗൗതമ എന്നൊരു ടൈറ്റിൽ, സിദ്ധാർത്ഥ ഗൗതമ എന്ന് ബുദ്ധനെ അറിയപ്പെടുന്നത്. വളർത്തിയതെല്ലാം ഗൗതമിയായിരുന്നു. യശോധര എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചിരുന്നു. യശോധര എന്നൊരു ഭാര്യയുണ്ട്. രാഹുലൻ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾ തോറും തപസ്സിരുന്ന് പുള്ളിക്ക് എൻലൈറ്റൻമെന്റ് കിട്ടുകയാണ്, ബോധോദയം ലഭിക്കുകയാണ്. ബീഹാറിലെ ഉരുവേല, ബോധ്ഗയ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് വെച്ച് എൻലൈറ്റൻമെന്റ് കിട്ടുന്നു. അറ്റ് ലാസ്റ്റ് ഇൻ 483 BC കുശിനഗർ എന്ന് പറയുന്ന സ്ഥലം, കുശിനഗർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്നത്തെ UP ബീഹാർ ബോർഡർ ആയിട്ടൊക്കെ വരും കുശിനഗർ. അവിടെ വെച്ച് ഏകദേശം 484 BC 484 BC-യിൽ ബുദ്ധൻ മരിക്കുകയാണ്. ഓക്കെ, ബുദ്ധ അറ്റൈൻഡ് നിർവാണ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, അതാണ് ബുദ്ധന്റെ ഒരു ജനനത്തെക്കുറിച്ചുള്ള കഥ. ബുദ്ധൻ ജനിച്ചതും മരിച്ചതും പറഞ്ഞു.